നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. നിയമനിർമ്മാണ സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉയരുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന താൽപര്യത്തിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യ അജണ്ടയാണ് ഏറ്റവും ആശങ്കയോടെ കാണേണ്ടത്. ഇന്ത്യൻ ജനാധിപത്യത്തോടും രാഷ്ട്രത്തോടും ജനങ്ങളോടുമുള്ള കടുത്ത രാഷ്ട്രീയ വഞ്ചനയും രാഷ്ട്രത്തെയും ജനതയെയും ഭിന്നിപ്പിക്കാനുള്ള ഫാസിസ്റ്റ് തന്ത്രവും ഗൂഢാലോചനയുമായി ഇതിനെ കാണണം. വനിതാ സംവരണം സംബന്ധിച്ച ഭരണഘടനയുടെ 2023 106 ഭേദഗതി നിയമം, നാരീശക്തി വന്ദൻ അധിനിയമം 2023 സെപ്റ്റംബർ 19 ചേർന്ന പാർലമെന്റിന്റെ ദ്വിദിന പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും 20 ലോക്സഭയുടെ 2-നെതിരെ 484 വോട്ടുകൾക്കും രാജ്യസഭ ഏകകണ്ഠമായി പാസാക്കുകയും രാഷ്ട്രപതി ദ്രൗപദി മുർമു തൊട്ടടുത്ത ദിവസം ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അന്ന് തന്നെ അത് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ നിയമമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പശ്ചിമ ബംഗാൾ, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും മുമ്പ് പൊടുന്നനെ നിയമം ഭേദഗതി ചെയ്ത് നടപ്പിലാക്കാൻ ഒരുമ്പിട്ടിറങ്ങിയതിന്റെ പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ്. ആ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ജനാധിപത്യ വിരുദ്ധമായി സ്വാധീനിക്കുക, മതിയായ ചർച്ചകളും മുന്നൊരുക്കങ്ങളും കൂടാതെ രാജ്യത്തെ അപ്പാടെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയും വിധം മണ്ഡല പുനർനിർണയം നടത്തുക എന്നതാണ് ലക്ഷ്യം. വർഗീയതയും വിദ്വേഷ രാഷ്ട്രീയവും ഭിന്നിപ്പ് തന്ത്രങ്ങളും പ്രലോഭനങ്ങളുമൊന്നും ഇരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് സമ്മതിദായകരിൽ പകുതിയോളം വരുന്ന സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനും അവർക്കിടയിൽ ഭിന്നതയുടെ വിഷവിത്ത് വിതയ്ക്കാനുമുള്ള തന്ത്രവുമായി BJP രംഗത്ത് വന്നിട്ടുള്ളത്. ലോക്സഭയിൽ പരമാവധി 850 സീറ്റുകൾ വരെയാവാം. അതിന്റെ 33% എന്നത് 280.5 സീറ്റുകളാണ്. നിലവിൽ ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യം 78 ആണ്. മൊത്തം സീറ്റുകളുടെ എണ്ണം 850 ആകുമ്പോൾ പൊതു സീറ്റുകളുടെ എണ്ണം 570 ആയി ഉയരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം ദേശീയ രാഷ്ട്രീയ അധികാരത്തിന്റെ മാത്രമല്ല ദേശീയ വിഭവങ്ങളുടെ നിയന്ത്രണം തന്നെയും ഹിന്ദി ഹൃദയഭൂമിയിൽ കേന്ദ്രീകരിക്കാൻ വഴിയൊരുക്കും. മണ്ഡല പുനർനിർണയം മറ്റെല്ലാത്തിലും ഉപരി രാജ്യത്തിന്റെയും ജനതയുടെയും ഐക്യത്തിന്റെയും നിലനിൽപ്പിന്റെയും നേരെയുള്ള കനത്ത വെല്ലുവിളിയാണ്. അതുതന്നെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുവാനായി ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോൺഗ്രസ് മലർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഗ്രൂപ്പുകൾ സജീവമായി രംഗത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമാണ് മുഖ്യമന്ത്രി കസേര കണ്ട് കുപ്പായം തയ്പ്പിച്ച് ഇരിക്കുന്നത്. മൂവരുടെയും സൈബർ കൂട്ടങ്ങൾ സജീവമായി രംഗത്ത് വന്ന് പരസ്പരം ചെളിവാരി എറിയുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതെല്ലാം കണ്ട് കണ്ണു മഞ്ഞളിച്ചു നിൽക്കുകയാണ്. നേതാക്കളെല്ലാം ഇരിക്കുന്നതിനിടെ ഓരോരോ നേതാക്കളുടെയും കൂടെ കൂടുകയാണ്. ഇന്ന് നിൽക്കുന്ന ഇടത്തല്ല നാളെ നിൽക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കവേ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പ്രശംസിച്ചുള്ള മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ പോസ്റ്റ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികരണം. ഫലം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകൾ നടക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തോടെ അതെന്താ അത്ഭുതമാണോ? കേരളത്തിൽ ഇതിനു മുമ്പും തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലേ? തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചകൾ തുടങ്ങാറില്ലേ? ചർച്ച നടക്കാറുണ്ട്. പുതിയ പത്രക്കാർക്ക് ഇത് അറിയില്ല, പാരമ്പര്യമില്ലാത്തവരാ ഈ വർത്തമാനം പറയുന്നത് എന്നൊക്കെയാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത്. നേരത്തെ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയായിരിക്കായിരുന്നു സുധാകരൻ. തന്റെ ഏറ്റവും വലിയ എതിരാളിയായ VD സതീശൻ ഒരിക്കലും ആ കസേരയിൽ എത്തരുതെന്ന് സുധാകരൻ നിർബന്ധമുണ്ട്. തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനും നിയമസഭയിൽ സീറ്റ് നൽകാത്തതിനും പിന്നിൽ സതീശനാണെന്ന് സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നു. MPമാരായിരിക്കുന്ന MK രാഘവനും രാജ്ഭവൻ ഉണ്ണിത്താനും കോൺഗ്രസിലെ പരസ്പരമുള്ള പിഴുപ്പലക്കിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. വാളെടുക്കുന്നവർ എല്ലാം വെളിച്ചപ്പാടെന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ആത്മവിശ്വാസത്തോടെ നീങ്ങുമ്പോൾ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.